നെതർലൻഡ്സ് മുമ്പ് ഹോളണ്ട് എന്നറിയപ്പെടുന്ന ഡച്ച് സംസ്കാരമുള്ള രാജ്യമാണ്. ഇവിടെ വളരെയധികം ബിസിനസ് നടക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം റോട്ടർഡാം എന്ന് പറഞ്ഞൊരു പോർട്ടാണ്. ഇത് നമ്മുടെ UK നിന്നാണെങ്കിലും ജർമ്മനിയിൽ നിന്നാണെങ്കിലും ഫ്രാൻസിൽ നിന്നാണെങ്കിലും തുല്യ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ റോട്ടർഡാമിലേക്ക് ധാരാളം ഷിപ്പുകൾ വരുന്നുണ്ട്. അമേരിക്കയിലേക്കും ഏഷ്യയിലേക്കുമുള്ള ഷിപ്മെൻറ്റുകളെല്ലാം പോകുന്നത്, യൂറോപ്യൻ ഷിപ്മെൻറ്റുകൾ മുഴുവൻ പോകുന്നത് ആംസ്റ്റർഡാമിലെ ഈ റോട്ടർഡാം എന്ന് പറയുന്ന പോർട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ബിസിനസ്സുകൾ ഇവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇവിടുത്തെ പോപ്പുലേഷൻ എല്ലാവരും തന്നെ ഡച്ചുകാരാണെങ്കിലും ഇവിടെ ഇംഗ്ലീഷും അത്യാവശ്യം സംസാര ഭാഷയാണ്. ഏകദേശം ഒരു 70% ആൾക്കാർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അപ്പോൾ നമുക്ക് നെതർലാൻഡ്സിൽ ജീവിക്കാനായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. നെതർലാൻഡ്സ് വളരെയധികം റിച്ച് ആയിട്ടുള്ള ഫ്രീ ഇക്കോണമി ഫോളോ ചെയ്യുന്ന ക്രൈം ഫ്രീ ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. എല്ലാവർക്കും ഫ്രീഡം, എല്ലാവർക്കും ഈക്വാലിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അവിടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് ഏകദേശം 12,000 യൂറോസാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 16 മുതൽ 18 ലക്ഷം രൂപ വരെയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയിട്ട് വേണം ലിവിങ് എക്സ്പെൻസ് കാണിക്കാനായിട്ട്. അതായത് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന് ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ ഒരു വർഷത്തെ ലിവിങ് കോസ്റ്റും, ഈ 2 പൈസയും നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ആദ്യം കെട്ടിവെക്കണം. അതിനുശേഷം നമുക്ക് വിസ കിട്ടിയതിന് ശേഷം ഈ പൈസ പിൻവലിക്കാൻ പറ്റില്ല. നമ്മൾ നെതർലാൻഡ്സിൽ എത്തിയതിന് ശേഷം ഒരു വർഷം കഴിയുമ്പോൾ മാത്രമേ പൈസ പിൻവലിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതൊരു പക്ഷേ ജർമ്മനിയായിട്ട് കുറച്ച് സാദൃശ്യമുള്ള ഒരു മെത്തേഡാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ വഴിക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന രാജ്യമാണ് നെതർലാൻഡ്സ് എന്നുള്ളത് തന്നെ പല യൂറോപ്യൻസും, ഇന്ത്യൻസ് അല്ല യൂറോപ്യൻസ് പോലും നെതർലാൻഡ്സിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്നുണ്ട്. നെതർലാൻഡ്സിൽ ധാരാളം ജോലികൾ കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസും മെറൈൻ ഇൻഡസ്ട്രീസും വളരെയധികം ബൂമിംഗ് ആണ്. അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്, അതിനോടൊപ്പം തന്നെ ബിസിനസ് കോഴ്സുകൾ, മാനേജ്മെൻറ്റ് കോഴ്സുകൾ, ഇതിനും വളരെയധികം റിക്വയർമെൻ്റ് ഉള്ള രാജ്യമാണ് നെതർലാൻഡ്സ് എന്ന് പറയുന്നത്. ഇതിലത്തെ അപ്ലിക്കേഷൻസ് എല്ലാം ഏകദേശം ഒക്ടോബർ പകുതിയോട് കൂടിയിട്ട് അപ്ലിക്കേഷൻ ഡെഡ്ലൈൻ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. നിങ്ങൾക്ക് നെതർലാൻഡ്സിലെ ഭാവി നിങ്ങളുടെ പഠനം സുഗമമാവട്ടെ.